അൾത്താരയിലെ മങ്ങിയ വെട്ടത്തിൽ സക്രാരിയിലെ കെടാവിളക്ക് നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് എന്തുകൊണ്ടെന്നറിയില്ല, മരണത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ മനസ്സിൽ വരുന്നു. ആബേലച്ചൻ്റെ വരികൾ എവിടേക്കോ മുഴങ്ങുന്നത് പോലെ, മങ്ങിയുരന്തി വെളിച്ചത്തിൽ ചിന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നും മരണത്തിൻ സന്ദേശവുമായി വന്നെത്തി. ആ പാട്ടിങ്ങനെ മുഴങ്ങുന്നത് പോലെ, മങ്ങിയുരന്തി വെളിച്ചത്തിൽ ചിന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നും മരണത്തിൻ സന്ദേശവുമായി വന്നെത്തി. അങ്ങനെ ഒരു മാലാഖ മരണത്തിൻ്റെ സന്ദേശവുമായിട്ട് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഇപ്പോൾ സമയമായി എന്ന് പറയുന്നു. ഞാനപ്പോൾ എന്താ പറയാൻ പോവുക? ഇതെൻ്റെ ഒരു ചോദ്യമാണ്. ഈ കെടാവിളക്കിന് മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഞാനെന്ന വിളക്ക് ഒരു ദിവസം കെട്ടുപോകും, വലിയ വെട്ടത്തിലേക്ക് ഉൾച്ചേരുന്നതിന് വേണ്ടി. പക്ഷേ കെടാൻ നേരമാകുമ്പോൾ റെഡിയെന്ന് പറയാനുള്ള മനസാന്നിധ്യം എനിക്കുണ്ടോ? ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടം ഓടേണ്ട ഓട്ടമാണോ? ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടം ഓടേണ്ട ഓട്ടമല്ലെന്ന് ഓട്ടത്തിൻ്റെ പാതി വഴിയിൽ വെച്ച് മനസ്സിലാക്കുന്നതിന് പകരം ഓട്ടം തീരാനാകുമ്പോൾ മനസ്സിലാക്കിയാലോ? അതൊരു വലിയ ദുരന്തമല്ലേ? ഞാനിങ്ങനെയുള്ള കുറേ ചിന്തകളൊക്കെ ആയിട്ടിരിക്കുന്നു. പെട്ടെന്ന് ലിയോ ടോൾസ്റ്റോയുടെ അതിസുന്ദരമായ ചെറുകഥ മനസ്സിലേക്ക് ഇതൾ വിരിഞ്ഞ് വരുന്നു. ജെയിംസ് ജോയ്സ് എന്ന എഴുത്തുകാരൻ പറഞ്ഞത്, ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും സുന്ദരമായ കൃതി ഏതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് ഉത്തരം പറയും, ലിയോ ടോൾസ്റ്റോയുടെ ഒരു മനുഷ്യന് എത്ര ഭൂമി വേണം എന്ന ആ ചെറു കൃതിയാണ് ലോകത്തിലെ ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. അത് എഴുതുന്നത് അങ്ങനെയാണ്. മരണത്തെക്കുറിച്ചും മരണത്തിന് അപ്പുറത്തേക്ക് നീളുന്ന നിത്യമായ ജീവിതത്തെക്കുറിച്ചും ധ്യാനിക്കുന്നവർ ഈ പുസ്തകം, ഈ ചെറുകഥ ഒരു വട്ടമെങ്കിലും വായിക്കുന്നത് വളരെ നന്നായിരിക്കും. ഗാബ്രിയേൽ മാർക്കോസ് എഴുതിയല്ലോ, മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജീവിതത്തെക്കുറിച്ച് കുറച്ചും മരണത്തെക്കുറിച്ചും മരണത്തിന് അപ്പുറത്തേക്കുള്ള നിത്യജീവിതത്തെക്കുറിച്ച് കൂടുതലും ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചങ്ങാതി, നിങ്ങൾ ഏത് പ്രായത്തിലുള്ള ആളാണെങ്കിലും ഏത് നാട്ടുകാരനാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സുനിശ്ചിതമായിട്ട് സംഭവിക്കാവുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അത് മരണമാണ്. അതിനെക്കുറിച്ച് ഇടയ്ക്ക് ചിന്തിക്കണം. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് നേരമില്ലെങ്കിൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ബോൺ ചാപ്പൽ എന്ന പേരിൽ എവോറയിൽ പോർച്ചുഗലിലുള്ള ഒരു പള്ളിയുണ്ട്. 6000 മൃതദേഹങ്ങളിലെ തലയോട്ടികളും അസ്ഥികളൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യപ്പെട്ട അതിസുന്ദരമായ പള്ളി. നിങ്ങൾ ആ പള്ളിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പേടിയും തോന്നില്ല. നിങ്ങൾക്ക് ധ്യാനത്തിൻ്റെ ഒരു അനുഭൂതിയാണ് ഉണ്ടാവുക. ആ പള്ളിയിൽ ഒരു കവിത കുറിച്ച് വെച്ചിട്ടുണ്ട്. ആരോ എഴുതിയതാണ്. യാത്രക്കാരാ എന്തിനാ നിനക്ക് ഇത്ര തിടുക്കം? ഇവിടെ ഒന്ന് ഇരിക്കുന്നേ, എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരണമാണ്. അതിനെക്കുറിച്ച് നീ ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള നിൻ്റെ യാത്ര കുറച്ചുകൂടി അർത്ഥപൂർണമായിട്ട് മാറും. വൈ ആർ യു ഇൻ എ ഹറി ട്രാവലർ? അങ്ങനെയാണ് കവിത തുടങ്ങുന്നത്. വൈ ആർ യു ഇൻ എ ഹറി ട്രാവലർ? തിടുക്കപ്പെട്ട യാത്രക്കാരാ, നിനക്ക് എന്തിത്ര തിടുക്കം? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിടുക്കമുള്ള ആളുകളായിരിക്കാം. തിടുക്കമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു നിമിഷം എന്നെ ഒന്ന് കേൾക്കുക. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ലിയോ ടോൾസ്റ്റോയുടെ ഈ കഥയുടെ ലോകത്തിലേക്ക് നടക്കാം. അത് തുറവിയുടെ ലോകമാണ്. അത് ദൈവം ഒരുക്കി വെക്കുന്ന യഥാർത്ഥ അറിവിൻ്റെ ലോകമാണ്. വരിക, നമുക്ക് ആ യാത്രയിലേക്ക് പ്രവേശിക്കാം. പഹാം എന്ന പേരുള്ള ഒരു മനുഷ്യനാണ് ഇന്നത്തെ കേന്ദ്ര കഥാപാത്രം. ഈ മനുഷ്യൻ സ്വസ്ഥമായ ജീവിതമൊക്കെ നയിക്കുകയാണ്. പക്ഷേ അയാൾക്കെപ്പോഴും ഒരുപാട് സ്വത്തുണ്ടാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. എത്ര കിട്ടിയിട്ടും മതിയാകുന്നില്ല. പണ്ട് നമ്മുടെ കവി എഴുതിയതുപോലെ, അതിയാം അസംതൃപ്തി ഔന്നത്യ സൗദദ്വാരം മതി എന്നതാം ഭാവം ശ്രേയസ്സിന് പ്രതിബന്ധം എന്ന് ഇയാളെവിടെയൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ടാവും. അതായത് മതി എന്ന് പറഞ്ഞേക്കരുത്. അതിയായ അസംതൃപ്തിയാണ് ഔന്നത്യമാർന്ന ഒരു സൗധത്തിൻ്റെ വാതിൽ.
അതായത് ഉയർന്നു പോകണമെങ്കിൽ മതിയെന്ന് പറഞ്ഞേക്കരുത്, അതിയായ അസംതൃപ്തിയോടുകൂടി ആർത്തിക്കരം നീട്ടിപ്പിടിച്ച് ഓടിക്കൊണ്ടിരിക്കണം. ഇത് ഒരു ജീവിത പ്രമാണമാക്കി ഇയാൾ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ കൂടുതൽ ധനവാനാകാം. നമ്മിൽ പല ആളുകളും അതാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പുസ്തകങ്ങളാണ് ഹൗ ടു ബി ബില്യനേഴ്സ് എന്ന പേരിലൊക്കെ ഉള്ളത്. ഇയാൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള അയാൾ ഒരു ദിവസം അയാളുടെ ഭാര്യയും നാത്തൂനും അവർ രണ്ടുപേരും ചേർന്ന് പണം ഇല്ലാത്തവനൊന്നുമല്ല, പണമുള്ളവരാണ് എന്തെങ്കിലും എന്നൊക്കെ സംസാരിക്കുന്നത് കേട്ടു. അയാളെ സംസാരം കേട്ടിരുന്നപ്പോൾ അയാൾ വീണ്ടും മനസ്സിൽ കുറിച്ചു, പൈസ ഇല്ലാത്തവനൊന്നുമല്ല, പൈസ വേണം, കുറച്ചധികം പൈസ വേണം. പൈസ ഉണ്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നിട്ട് അയാളോട് തന്നെ പറഞ്ഞു, പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ പിശാചിന് പോലും എൻ്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരും. ഇയാളിത് പറഞ്ഞപ്പോൾ ഒരു കോർണറിൽ പിശാച് എല്ലാം കേട്ടിരിക്കുന്നുണ്ട്. പിശാച് ഒരു പുച്ഛച്ചിരിയിരിച്ച്, നിങ്ങൾ ആ രംഗമൊന്ന് മനസ്സിൽ സങ്കല്പിക്കുക. അതായത് നിങ്ങൾ വീമ്പിളക്കിക്കൊണ്ടിരിക്കുകയാണ് പിശാചിനെ മുട്ടുമടക്കുന്നതിനെക്കുറിച്ച്. പിശാച് തൊട്ടടുത്ത് നിന്ന് പൊട്ടി ചിരിക്കുകയാണ്, പുച്ഛച്ചിരി ഇരിക്കുകയാണ്. എന്നിട്ട് പിശാച് ഉള്ളിൽ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. അന്ന് തുടങ്ങി പിശാച് ഇയാൾക്കൊരു ബാധയായിട്ട് മാറി. അതായത് ആർത്തിയുടെ ബാധ, ആർത്തിയുടെ പിശാച് ബാധ. ആ പിശാച് ബാധയോടുകൂടി ഇയാൾ കണ്ണടച്ചാൽ സ്വപ്നം കാണുന്നത് ധനവാനാകുന്നതിനെ കുറിച്ചാണ്. കണ്ണ് തുറന്നാൽ ഇയാൾ കാണുന്നത് ധനവാനാകുന്ന വഴികളാണ്. കേൾക്കുന്ന മുഴുവൻ എങ്ങനെ ധനവാനാകുമെന്നുള്ള ഉപദേശങ്ങൾ, പറയുന്നത് മുഴുവൻ എങ്ങനെ പണക്കാരനാകുമെന്നുള്ള കാര്യങ്ങൾ. മൊത്തത്തിൽ ഇയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പണത്തെക്കുറിച്ച് മാത്രമാണ്. അപ്പോൾ ഇയാൾ ഒരു പ്രത്യേക വിചിത്ര സ്വഭാവമുള്ള ഗ്രാമവാസികളെക്കുറിച്ച് കേട്ടു. അവർ 1000 രൂപ കൊടുത്താൽ ഒരു വിചിത്ര കണ്ടീഷനോട് കൂടി സ്ഥലം വിട്ടു തരും. അയാൾ ഓടി അവിടെ ചെന്നു. അപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു, വളരെ സിമ്പിളാണ് കാര്യങ്ങൾ, 1000 രൂപ നൽകുക, എന്നിട്ട് ഈ തൂമ്പയും പിടിച്ചുകൊണ്ട് നിങ്ങൾ നടക്കുക. തൂമ്പ പിടിക്കുന്നത് അടയാളപ്പെടുത്താനാണ്. നിങ്ങൾ പോകുന്ന വഴി നിങ്ങളിങ്ങനെ അടയാളപ്പെടുത്തി സൂര്യോദയത്തിന് നിങ്ങൾ ആരംഭിച്ച യാത്ര നിങ്ങൾക്ക് ഒരുപാട് നടന്നിട്ട് അടയാളപ്പെടുത്തി തിരിച്ചു വരണം. സൂര്യാസ്തമയത്തിന് മുമ്പ് നിങ്ങൾ ഇവിടെ എത്തണം. നിങ്ങൾ നടന്ന് എത്ര ഭൂമി അടയാളപ്പെടുത്തിയോ അത്രയും ഭൂമി നിങ്ങൾക്ക് കൈവശമാക്കാം. കണ്ണ് തള്ളിപ്പോയി. അമ്പരപ്പിക്കുന്ന ഓഫറാണ്. അതായത് സൂര്യ ഉദയത്തിൻ്റെ സമയത്ത് നിങ്ങൾ നടക്കാൻ തുടങ്ങി, സൂര്യാസ്തമയത്തിന് മുമ്പ് എത്ര ഭൂമിയിൽ നടന്ന് തിരിച്ചു വരുന്നുവോ അത്രയും ഭൂമി സ്വന്തമാക്കാം. ഇയാൾ അങ്ങേറ്റം എക്സൈറ്റഡ് ആണ്. കാരണം എന്തൊരു ഓഫറാണിത്. ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ലോട്ടറി അടിച്ച പോലെയാണ്. ഈ മനുഷ്യൻ നിശ്ചിത ദിവസം സൂര്യോദയത്തിന് മുമ്പ് യാത്ര ആരംഭിച്ചു. കയ്യിൽ ഒരു തൂമ്പയുണ്ട്. തൂമ്പ കൊണ്ട് അയാൾ വഴി അടയാളപ്പെടുത്തി. അയാൾ ഫാസ്റ്റായിട്ട് നടക്കുകയാണ്. കാരണം എത്രയും ദൂരം നടന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം, സൂര്യാസ്തമയത്തിന് മുമ്പ് തിരിച്ചു വരണം. അത്രയും ഭൂമി അയാൾ സ്വന്തമാണ്. അയാൾ ഇല്ലാത്ത ശക്തി മുഴുവൻ പുറത്തെടുത്ത് നടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ ഉള്ളിലുള്ള റിയാലിറ്റി അയാളോട് പറഞ്ഞു, മതി, നിനക്ക് തിരികെ വരണ്ടേ, ഇത്രയും മതി. ഇത്രയൊക്കെ നേടിയാലും ഒന്നും നിൻ്റെ സ്വന്തമല്ല, എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും. അത് മതി, തിരിച്ചു കിടക്ക്. സൂര്യാസ്തമയത്തിന് മുമ്പ് എത്തിച്ചേരണമെങ്കിൽ നീ തിരിച്ചു കിടക്കണം. പക്ഷെ ആർത്തി അയാളോട് പറഞ്ഞു, പോരാ, ഇത്രയും പോരാ, കുറച്ചുകൂടി വേണം, കുറച്ചുകൂടി ചൂട് വെക്കണം, കുറച്ചുകൂടി വേഗത വേണം, കുറച്ചുകൂടി കരുത്ത് പുറത്തെടുക്കണം. ആൻഡ് യു ക്യാൻ മേക്ക് ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്, റൺ ബേബി റൺ എന്ന മട്ടിൽ ഉള്ളിലെ ആർത്തി പറഞ്ഞുകൊണ്ടിരുന്നു. അളിന് ഓട്ടം തുടങ്ങി. ഓടി കുറേ നേടി, പിന്നെ തിരിച്ചോടുകയാണ്. സൂര്യാസ്തമയത്തിന് മുമ്പ് എത്തിച്ചേരണം, അല്ലെങ്കിൽ ഇയാൾ ഓടിയതെല്ലാം വെറുതെ ആവും, മനസ്സുകൊണ്ട് നേടിയതെല്ലാം വെറുതെ ആവും. അതുകൊണ്ട് അയാൾ കുതിച്ചോടുകയാണ്. ശരീരം തളർന്നു, ദുർബലമായി, കാലും കൈയും വിറക്കുന്നു. അപ്പോഴും ആർത്തി പറഞ്ഞു, ലിറ്റിൽ മോർ സ്ട്രെങ്ത്, വൺ മോർ സ്റ്റെപ്പ്, കുറച്ചുകൂടി സ്പീഡ്, കുറച്ചുകൂടി വേഗതയിലുള്ള കുതിപ്പ്. അയാൾ ഓടി അയാൾ എത്തിച്ചേരേണ്ട ദിക്കിന് തൊട്ടടുത്തെത്തിയപ്പോൾ ഇനി അയാൾക്ക് മുന്നോട്ട് നീങ്ങാൻ വയ്യ. അയാൾ കുഴഞ്ഞ് താഴെ വീണു. അയാൾ മരിച്ചു. അത്രയ്ക്ക് ക്ഷീണിതനായിരുന്ന അയാൾ
ഇല്ലാത്ത കരുത്താണ് അയാൾ പുറത്തെടുത്ത് ഓടിയത്. ഇപ്പോൾ അയാൾ തളർന്ന് തരിപ്പണമായിട്ട് വീണുപോയി. അയാൾ നിലത്ത് വീണ് കിടക്കുകയാണ്. അപ്പോൾ ആ ഗ്രാമമുഖ്യൻ്റെ തൊഴിലാളി വന്ന് ഇയാളുടെ ശരീരം വലിച്ചഴച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അയാൾക്ക് വേണ്ടി ഒരു കുഴിമാടം തീർത്തു. ആ കുഴിമാടത്തിലേക്ക് ബോഡി എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഗ്രാമമുഖ്യൻ ഈ തൊഴിലാളിയോട് ചോദിച്ചു, ഈ മനുഷ്യൻ എത്ര ഭൂമി കരസ്ഥമാക്കി? ഒരു വിളറിയ ചിരിയോടുകൂടി പറഞ്ഞു, 6 അടി മണ്ണ്. അയാളുടെ ഈ ബോഡി അടക്കം ചെയ്യാൻ പറ്റുന്ന 6 അടി മണ്ണ് അതിപ്പോൾ അയാൾ സ്വന്തമാക്കി. കുറച്ച് കഴിഞ്ഞ് അതും അയാളുടെ സ്വന്തമല്ലാതായി മാറും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, എനിക്കറിയില്ല നിങ്ങളെക്കുറിച്ച്. നിങ്ങൾ ജീവിക്കാൻ മറന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പഴയ നിയമ പ്രവാചകൻ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തി. ദൈവത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ, നിങ്ങളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് മുന്നിലോട്ടല്ല, പിന്നിലേക്കാണ്. നിങ്ങൾ ഓടി ഓടി നേടി, പക്ഷെ ഓടിയതും നേടിയതും വൃഥയാണ്. കാരണം നേടിയതെല്ലാം നിങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്നും താഴേക്ക് വീണു പോവുകയാണ്. അപ്പോൾ ഓടി ഓടി നേടി നേടി സ്വന്തമാക്കിയെന്ന് കരുതിയ ഒന്നും നിങ്ങളുടെ അല്ല. അങ്ങനെയാണെങ്കിൽ ഇത്രക്കേറെ വേഗതയിൽ ഓടുന്നതിനാണ്? ഇതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ. ഇടയ്ക്ക് ചിന്തിക്കണം. ഒന്ന് നമ്മൾ അക്കരയ്ക്ക് യാത്ര ചെയ്യും സഞ്ചാരികൾ തന്നെയാണ്. എപ്പോഴാണ് മരണം വരിക എന്ന് ആർക്കറിയാം? അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അയാൾ ലോകം മുഴുവൻ കീഴടക്കി വെന്നിക്കുടി പറിക്കാൻ കൊതിച്ച ആളാണല്ലോ. അയാൾ 33-ാമത്തെ വയസ്സിലാണ് മരിക്കുക. ഇന്ത്യ കീഴടക്കി കഴിഞ്ഞപ്പോൾ അയാൾ മനസ്സിലാക്കി അയാൾക്കൊന്നും നേടാൻ പറ്റില്ല. കാരണം ഇന്ത്യ കീഴടക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ കരുതിയത് കീഴടക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ ഇന്ത്യ കീഴടക്കാൻ അയാൾക്ക് പറ്റിയില്ല. അപ്പോൾ നിരാശയോടുകൂടി അയാൾ ബാബിലോണിലേക്ക് പോയി. ബാബിലോണിൽ വെച്ച് അയാൾ മരിച്ചു. കൊല്ലപ്പെട്ടതാണെന്ന് കഥകളുണ്ട്. ഇതിൽ ഹെറോഡേറ്റസ് ചരിത്രകാരൻ പറയുന്ന വളരെ രസകരമായൊരു കാര്യമുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ മനുഷ്യൻ എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകുമെന്ന് പേടിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഹെറോഡേറ്റസിനെ പോലുള്ള ഉറ്റ ചങ്ങാതികളോട് അയാൾ പറഞ്ഞു വെച്ചിരുന്നു, ഞാൻ മരിക്കുമ്പോൾ 3 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, എൻ്റെ മൃതദേഹം ചുമക്കേണ്ടത് ബെസ്റ്റ് ഡോക്ടേഴ്സാണ്. ഗ്രീസിലുള്ള ഏറ്റവും ബെസ്റ്റ് ഡോക്ടേഴ്സ്, മസഡോണിയയിലെ ദ ബെസ്റ്റ് ഡോക്ടേഴ്സ്, അവരാണ് എൻ്റെ ശവമഞ്ചം ചുമക്കേണ്ടത്. കാരണം ഏറ്റവും ബെസ്റ്റ് ഡോക്ടർ അടുത്തുണ്ടായിട്ടും മരിക്കേണ്ട സമയത്ത് മരിച്ചു എന്ന് ലോകം അറിയണം. 2, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശവമഞ്ചത്തിൽ 2 കൈയും പുറത്തേക്ക് തൂക്കിയിടണം. കാരണം ലോകം അറിയട്ടെ, എല്ലാം വെട്ടിപ്പിടിച്ച ആൾ ഒഴിഞ്ഞ കൈയോടെ ഒഴിഞ്ഞ മനസ്സോടെ കടന്നുപോയി, അറിയട്ടെ. പിന്നെ അയാൾ പറഞ്ഞു, ഞാൻ രഹസ്യമായി കുറേ രത്നങ്ങൾ കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് കൊട്ടാരത്തിനകത്ത്, സീക്രട്ട് ചേംബറിൽ, അത് തുറക്കണം. എന്നിട്ട് ആ രത്നങ്ങളെല്ലാം എടുത്ത് എൻ്റെ മൃതദേഹം കൊണ്ടുവന്ന് വഴിയിൽ വെറുതെ വാരി വിതറി ഇടണം. കാരണം അനർഘരത്നങ്ങളായി കാത്തുസൂക്ഷിച്ചതിന് പുല്ല് വില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മരിച്ചതിന് ശേഷം എന്ന് ലോകം അറിയട്ടെ. ഇനി അയാൾ മരിക്കുന്നതിനെക്കുറിച്ചും ഹെറോഡോട്ടസ് പറയുന്നുണ്ട്. ഇയാൾ മരിച്ചു ബാബിലോണിയയിൽ വെച്ച്. പക്ഷേ മൃതദേഹം 3 ദിവസം അവിടെ കിടന്നു. അപ്പോൾ അന്നത്തെ ആളുകൾ ഇയാളെ ദൈവമായിട്ടൊക്കെ ആരാധിക്കാൻ തുടങ്ങി. കാരണം 3 ദിവസമായിട്ടും മൃതദേഹം അഴുകിയില്ല. 3-ാമത്തെ ദിവസമാണ് ബാബിലോണിയയിൽ അയാളുടെ മൃതദേഹം അടക്കം ചെയ്തത്. അപ്പോൾ അയാൾക്കൊരു ദേവ തുല്യമായ സ്ഥാനമൊക്കെ പെട്ടെന്നങ്ങ് വന്നു. ഹെറോഡോട്ടസ് പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നത്തെ ശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ അത് സത്യമാണ്. ഹെറോഡോട്ടസ് പറയുന്നത് അയാൾ മരിച്ചിട്ടില്ലായിരുന്നു, ഒരു തരം നെർവസ് പാരാലിസിസ് ആയിരുന്നു. ഇന്ന് ശാസ്ത്രം സമ്മതിക്കും. ഇയാൾക്ക് മലേറിയ മൂർച്ഛിച്ച് നെർവസ് പാരാലിസിസ് വന്നു. അതായത് നിങ്ങളുടെ മൊത്തം ശരീരം പാരലറ്റിക്കായിട്ട് കിടക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് അകത്ത് ബോധമുണ്ട്. പക്ഷേ നിങ്ങൾക്കൊന്നും മിഴി പോലും ചലിപ്പിക്കാനുള്ള കഴിവിപ്പില്ല. നിങ്ങൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല, നിങ്ങളുടെ വികാരം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ചത്തതിനൊക്കുമേ എന്ന മട്ടിൽ കിടക്കുകയാണ്. അങ്ങനെ കിടന്നൊരു മനുഷ്യനെയാണ് ഒരുപക്ഷെ അകത്ത് കരഞ്ഞ് വീർപ്പ് മുട്ടി അലറി വിളിച്ച് കിടക്കുന്നൊരു മനുഷ്യനെയാണ് അവർ കല്ലറയിൽ അടച്ചത്. ആലോചിച്ച് നോക്കുക, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ഇതാണ് മനുഷ്യരുടെയൊക്കെ കാര്യം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, നമുക്ക് സ്വന്തം 6 അടി മണ്ണാണ്. ഈ 6 അടി മണ്ണിനപ്പുറത്തേക്ക് നിത്യജീവിതത്തിലെ വിരുന്നിന് വേണ്ടിയെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത്. പിന്നെ മരണം എപ്പോൾ വരും? മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ,
കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സത്കർമ്മങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഇതാണ് ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത്. മരണം ഒരു ദിവസം വരും എന്നാണ്. ബിതോവനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവുമല്ലോ. ബിതോവൻ്റെ അന്ത്യരംഗം ഓർക്കസ്ട്രേഷൻ കണ്ടക്ടറായ ഗാരി ഫാൾഡനർ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ചിക്കാഗോയിൽ വെച്ചാണ് മരിച്ചത്. മരിക്കുന്ന സമയത്ത് അദ്ദേഹം 2 കൈ ഇങ്ങനെ നീട്ടി. ഈ വിരൽത്തുമ്പ് കൊണ്ട് സംഗീത വീജികളെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ആവാഹിച്ച മനുഷ്യൻ എന്നാണ് അയാളെക്കുറിച്ച് പറയുന്നത്. അയാളുടെ വിരൽത്തുമ്പിൽ മ്യൂസിക് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അയാൾ 2 കൈ നീട്ടിപ്പിടിച്ച് എന്നിട്ട് കരച്ചിലിൻ്റെ ഈണത്തിൽ അയാൾ ദൈവത്തോട് പറഞ്ഞത്ര പല പ്രാവശ്യം. ഗാരി ഫാൾഡനർ പറയുക ഒരു 10 പ്രാവശ്യമെങ്കിലും പറഞ്ഞു, ലോർഡ് ഗിവ് മീ എ ലിറ്റിൽ മോർ ടൈം, ഇനി കുറച്ചുകൂടി സമയം തരിക, കുറച്ചുകൂടി സമയം തരിക. കിട്ടോ? സമയമായി കഴിഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ പോകണം. ഏത് പ്രഗത്ഭനാണെന്ന് പറഞ്ഞാലും അയാൾ മടങ്ങിപ്പോണം. അയാൾക്ക് സമയം കിട്ടിയില്ല. 10 പ്രാവശ്യം അങ്ങനെ പറഞ്ഞ് നിരാശയോടുകൂടി അയാൾ മരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങളെന്ന് മരിക്കുമെന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഇവിടെ ഇരുന്ന് വാചാലമായി സംസാരിക്കുന്ന ഞാൻ എന്നും മരിക്കുമെന്ന് എനിക്കൊരു ധാരണയില്ലാത്തതുപോലെ നിങ്ങൾക്കുണ്ടാവില്ല ഒരു ധാരണ. ആ രഹസ്യം നിങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടില്ല. എന്നാണ് നിങ്ങൾ മരിക്കുക? പക്ഷെ ഒറ്റ കാര്യം നിങ്ങൾക്കറിയാലോ, ഒരു ദിവസം മരിക്കും. ഞാനും ഒരു ദിവസം മരിക്കും. അന്ന് കർത്താവിനെ പോലെ എല്ലാം പൂർത്തിയായെന്ന് പറയാൻ എനിക്ക് പറ്റും. എല്ലാം പൂർത്തിയായെന്ന് കർത്താവ് പറയുന്ന തെലസ്തായി എന്ന ഗ്രീക്ക് പ്രയോഗത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. കടമൊക്കെ വീട്ടി. അതാ കർത്താവ് പറയുന്നത്. വീണ്ടും എല്ലാവരെയും ഞാൻ വിജയിപ്പിച്ചു. തെലസ്തായി, ഞാൻ വിജയിച്ചെൻ്റെ ദൈവമേ, കടമൊക്കെ വീട്ടി എൻ്റെ ദൈവമേ, എല്ലാം പൂർത്തിയാക്കി എൻ്റെ ദൈവമേ. എന്നെ കേൾക്കുന്ന ചങ്ങാതി, വലിയ പ്രസംഗം കൊണ്ട് ഇതിനെ കാണണ്ട. ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്, സൗമ്യമായ ഒരു സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. എല്ലാം പൂർത്തിയായെന്നും എല്ലാ കടവും വീട്ടിയെന്നും ഞാൻ എന്നെയും മറ്റുള്ളവരെ വിജയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് മരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ജീവിതം ഒരു ഓട്ടപ്രദർശനമൊക്കെയാണ്. പക്ഷേ ഇത്ര ഫാസ്റ്റായിട്ട് അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇൻ്റർനെറ്റിലൊരു ചെറിയൊരു വരി, ലൈഫ്സ് മ്യൂസിക് ഈസ് വെരി സ്ലോ, സോ സ്ലോ ഡൗൺ മാൻ. ഇത് ഉള്ളിലിരുന്ന് ആരോ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൻ്റെ പാട്ട് സ്ലോ ആണ്, സ്ലോ ഡൗൺ. നിങ്ങൾക്ക് ഭയങ്കര വാശിയാണ്. ഇപ്പോൾ എല്ലാവരും തോപ്പിക്കണം, ഫസ്റ്റ് ആകണം, ബെസ്റ്റ് ആകണം, ഫിറ്റസ്റ്റ് ആകണം, ഫാസ്റ്റസ്റ്റ് ആകണം. നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളിട്ട് ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ മത്സരോട്ടത്തിലാണ്. ഭാര്യ അതുപോലെ ഓടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മക്കളെയും അതുപോലെ. ക്ലാസ്സിൽ റാങ്ക് കിട്ടിയില്ലെങ്കിൽ, ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമാണ്. അപ്പോൾ കൊച്ചിനോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഫസ്റ്റ് ആകണം, ഫസ്റ്റ് ആകണം, ഫസ്റ്റ് ആകണം, ഫിറ്റസ്റ്റ് ആകണം, ഫിറ്റസ്റ്റ് ആകണം, ഫാസ്റ്റസ്റ്റ് ആകണം, ഫാസ്റ്റസ്റ്റ് ആകണം. കൊച്ചുങ്ങൾക്കൊക്കെ പേടിയാണിപ്പോൾ. നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ വലിയ കൂട്ടിൽ കൊച്ചുങ്ങളെ കടച്ചിട്ട് കൊണ്ട് അതിൻ്റെ അകത്ത് കിടന്നിട്ട് അവർ പിടയുമ്പോൾ ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 24 പ്രാവശ്യവും. എന്നിട്ട് നിങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ഇത്രയൊക്കെ ഓടേണ്ട ആവശ്യമുണ്ടോ? ഇത്ര സ്ലോ ആവുക. സ്ലോ ആകേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത്, നിങ്ങൾ ഒരുപാട് ഭാരം കൊണ്ട് നടക്കുകയാണെങ്കിൽ എന്തൊരു പാടാണ്. തീവണ്ടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ലെസ് ലഗേജ് മോർ കംഫർട്ട്. അത് തീവണ്ടിയിലല്ല, ഹൃദയത്തിലാണ് എഴുതി വെക്കേണ്ടത്. ശിരോഭാരം കുറച്ചാൽ ഭാരം കുറയും. ഭാരം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യാത്ര സുഖകരമായി മാറും. ലെസ് ലഗേജ് മോർ കംഫർട്ട്. സത്യമല്ലേ? സത്യമാണ്. അപ്പോൾ നിങ്ങൾ ഭാരം, എൻ്റെ ഭാരം ഞാനൊന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്തൊരു സമാധാനമാണ്. ഇത് കടുകടുത്ത അഹങ്കാരത്തിൻ്റെയും കടുകടുത്ത ആർത്തിയുടെയും കടുകടുത്ത നിരാശയുടെയൊക്കെ ഭാരം ഇങ്ങനെ തലയിലേക്കാണ്. എന്തിനാണ്? എൻ്റെ ആവശ്യമുണ്ടോ? ഇതൊന്നും നിങ്ങളുടെ സ്വന്തമല്ലല്ലോ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറയുന്നൊരു ഉപമയുണ്ട്. ഒരു കുഞ്ഞിനോട് പറഞ്ഞു, മോനെ മുറിയിലോട്ട് കയറി, അവിടെ ആപ്പിൾ നിരത്തി വെച്ചിട്ടുണ്ട് ഒരു കൂടയിൽ. കൂടെ എടുക്കാൻ പാടില്ല, എന്നിട്ട് നിനക്ക് ആപ്പിളൊക്കെ എടുക്കാം, ഇവിടെ കൂടെ എടുക്കാൻ പാടില്ല. നിനക്ക് പറ്റാവുന്നത്ര ആപ്പിൾ എടുത്തു. ഒരു കുഞ്ഞ് ഒരാപ്പിൾ എടുത്തു, നല്ല വിശപ്പുണ്ടായിരുന്നു, കടിച്ച്, നല്ല രുചിയുള്ള ആപ്പിൾ. പക്ഷെ അപ്പോഴും ഓർത്തത് ഇത് മുഴുവൻ എടുക്കാം. അപ്പോൾ ആ ആപ്പിൾ കയ്യിൽ വെച്ചിട്ട് അടുത്ത ആപ്പിൾ എടുത്തു, 2 ആപ്പിൾ. അപ്പോൾ കുഞ്ഞു നോക്കിയപ്പോൾ മുമ്പിൽ ഒരുപാട് ആപ്പിളുണ്ട്. അടുത്തൊരു ആപ്പിൾ എടുത്തു, 3 ആപ്പിൾ. അപ്പോഴും കൊതി മാറുന്നില്ല. 4ാമത്തെ ആപ്പിൾ എടുത്തു, 5ാമത്തെ ആപ്പിൾ എടുത്തു, 6ാമത്തെ ആപ്പിൾ എടുത്തു. അപ്പോൾ കുഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോൾ ഇനി ആകെ 3-4 ആപ്പിൾ അവിടെയുള്ളൂ. അതും കൂടി എടുത്തു കഴിഞ്ഞാൽ എല്ലാം വീട്ടിൽ കൊണ്ടുപോകാല. അടുത്ത ആപ്പിളുകൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കയ്യിലുള്ള ആപ്പിളൊക്കെ ഊർന്ന് താഴേക്ക് വീഴുന്നു. കുഞ്ഞ് പൊട്ടിക്കരഞ്ഞിരിക്കുന്നു. ക്ലോസപ്പിൽ ആ കുഞ്ഞിൻ്റെ ചിത്രം കാണുക. നമ്മളുടെ ചിത്രം തന്നെ അല്ലേ അത്?
വേണമെങ്കിൽ മതി എന്നൊക്കെ പറയാമായിരുന്നു, പറ്റുന്നില്ല. എത്ര കിട്ടിയിട്ടും മതിയാകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ പുഞ്ചിരി എന്ന് കണ്ടിട്ട് എത്ര ആളായി? ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതേ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഓടുകയാണ്. പക്ഷെ കുഞ്ഞിൻ്റെ പുഞ്ചിരി ഒന്നും കാണാൻ നേരമില്ല. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ഒന്ന് പുണർന്നിട്ട് സ്നേഹത്തിനൊരു ഉമ്മ കൊടുത്തിട്ട് എത്ര ആളായി? ഇനി നിങ്ങൾ തീർത്തിരിക്കുന്ന വലിയ വീടിൻ്റെ മുന്നിലും തോട്ടത്തിലെ ഒരു ചെടി ഒന്ന് തൊട്ടിട്ട് ഒരു പൂവെന്ന് കണ്ട് ആസ്വദിച്ചിട്ട് എത്ര ആളായി? അപ്പോൾ അതുകൊണ്ട് 6 അടി മണ്ണിൻ്റെ ജന്മിമാർ മാത്രമാണ് നമ്മളെന്ന ചിന്തയോടുകൂടി കുറച്ചുകൂടി സ്ലോ ആയിട്ട് പോകാം, കുറച്ചുകൂടി സ്നേഹിച്ച് മുന്നോട്ട് പോകാം. ആളുകളെയൊക്കെ കൊന്ന് നേടിയെടുക്കുന്നതും കവർച്ച കൊണ്ട് സ്വന്തമാക്കിയതുമായ ഒന്നും നിങ്ങളുടേതല്ല, എല്ലാം മറ്റാരുടെയൊക്കെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കുറച്ചുകൂടി അർത്ഥപൂർണമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല യാത്ര നേരുന്നു.